ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നിഷേധത്തിൻ്റെ ആത്മാവ് എന്നതിനെ കുറിച്ചാണ്. ജെറമിയ 11:8 ഓരോരുത്തനും തൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യവും പേറി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ എല്ലാ മുള്ളുകളെയും മുൾപടർപ്പുകളെയും ദഹിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമാണ് ഈ ഒരു മണിക്കൂറിൽ ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള റോസിലി വർഗീസ് ആണ് ഈ ഒരു അനുഭവം നമ്മളുമായി പങ്കുവെക്കുന്നത്. എൻ്റെ പേര് റോസിലി, വയസ്സ് 63, സ്ഥലം തൃശ്ശൂര്. ഞാൻ അഭിഷേകാഗ്നിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഞാൻ ഇത് എഴുതുന്നത് ദൈവം കുടുംബത്തിലേക്ക് വർഷിച്ച വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് 4 മക്കളാണ്, 2 ആൺമക്കളും 2 പെൺമക്കളും. എൻ്റെ രണ്ടാമത്തെ മകനും അപ്പച്ചനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ബദ്ധശത്രുക്കളായി മാറി. തമ്മിൽ കാണുമ്പോൾ പോലും ഒരു വാക്ക് മിണ്ടാത്ത വിധം അവർ വൈരാഗ്യത്തിലും പ്രതികാര ബുദ്ധിയിലുമായി. എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ രണ്ടുപേരും കാണാതെ മാറി മാറി നടക്കും. മാത്രമല്ല, അപ്പച്ചൻ അവനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു, ഈ മകൻ മരിച്ചാൽ അവനെ കാണാൻ പോലും ഞാൻ അവൻ്റെ വീട്ടിൽ കയറുകയില്ല. ഈ അവസ്ഥയിൽ ഞാൻ ഏറെ ദുഃഖിച്ചു. കാരണം ഞങ്ങളുടെ കുടുംബം സ്നേഹമുള്ള കുടുംബമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 ഫെബ്രുവരി മാസത്തിൽ അഭിഷേകാഗ്നിയിൽ പരിശുദ്ധാത്മാവ് അനേകം കുടുംബങ്ങളിൽ അത്ഭുതം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത്. ഉടനെ ഞാൻ എൻ്റെ ഈ കുടുംബത്തിലെ കണ്ണുനീരിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ മകനും അപ്പച്ചനും തമ്മിൽ വലിയ സ്നേഹത്തിലായി. ആദ്യത്തേതിനേക്കാൾ വലിയ സ്നേഹത്തിലേക്ക് അവരെ കർത്താവ് ഉയർത്തി. ആ മകന്റെ വീട്ടിൽ പോയി അപ്പച്ചൻ 2 ആഴ്ച താമസിക്കുകയും ചെയ്തു. ഇന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ തമ്മിലാണ് കൂടിയാലോചിക്കുന്നത്. അതേപോലെ സ്നേഹം കൊണ്ട് കർത്താവ് ഐക്യപ്പെടുത്തി. ഇത് എൻ്റെ കുടുംബത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി പ്രോഗ്രാം വെറും ഒരു പരിപാടിയോ ഒരു പ്രോഗ്രാമോ ആയി ഞാൻ നിങ്ങൾ കാണരുത്. ഈ സമയം ദൈവവചനങ്ങൾ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉന്നതത്തിൽ നിന്നും അത്യുന്നതമായ ദൈവശക്തി എന്റെയും നിങ്ങളുടെയും മേൽ വ്യാപരിക്കും. യെശയ്യാ പ്രവചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. യെശയ്യാ 10:17 ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഒരു അഗ്നിയായും അവന്റെ ദൈവം ഒരു ജ്വാലയായും മാറും. അത് കത്തിജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് ചാമ്പലാക്കും. ഇന്ന് ഈ നിമിഷം ഞാനും നിങ്ങളിത് വിശ്വസിക്കുക. 2 കരങ്ങൾ ഉയർത്തുക. ഹൃദയത്തിലെ തിന്മകൾ, മനസ്സിന്റെ ഭാരങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, എല്ലാ അന്ധകാരത്തിലേക്ക് ഉന്നതത്തിന്റെ അഗ്നി അഭിഷേകം ഇറങ്ങട്ടെ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, ഈ കുടുംബങ്ങളിലേക്ക് അഗ്നി അഭിഷേകത്തെ അയക്കണമേ. ഈ ജീവിതങ്ങളിലേക്ക് അഗ്നി അഭിഷേകത്തെ അയക്കണമേ. ഈ സമൂഹങ്ങളിലേക്ക് അഗ്നി അഭിഷേകത്തെ അയക്കണമേ. പിണക്കത്തിരിക്കുന്നവര്, വെറുപ്പിലിരിക്കുന്നവര്, ക്ഷമിക്കാൻ പറ്റാത്തവര്, വൈരാഗ്യ ബുദ്ധികള്, പ്രതികാര സ്വഭാവക്കാര്, താന്തോന്നികള്, ധിക്കാരികള്, തന്നിഷ്ടക്കാര്, ഏകാധിപത്യ സ്വഭാവക്കാര്, സകല ഹൃദയങ്ങളുടെ മേലും ഓ പിതാവേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ഹൃദയങ്ങളിലും അഭിഷേകത്തിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. അന്ധകാരങ്ങൾ ഇപ്പോൾ ഹൃദയങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവമക്കളെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും സ്നേഹത്തിലേക്ക്, ക്ഷമയിലേക്കും വിശുദ്ധിയിലേക്കും വരാനും തടസ്സമുണ്ടാക്കി അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ അധിപന്മാരെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു,
ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവചനത്തിൽ 11-ാം അധ്യായം 8-ാം തിരുലിഖിതം, ഓരോരുത്തനും അവനവന്റെ ഹൃദയത്തിന്റെ കാഠിന്യവും പേറി നടക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തന്നിഷ്ട പ്രകൃതി, തൻ്റെ ഇഷ്ടത്തിന് ചേരാത്ത എന്തെങ്കിലും നിർദ്ദേശമോ എന്തെങ്കിലും കാര്യങ്ങളോ മാതാപിതാക്കന്മാരോ സമൂഹത്തിലെ മേലധികാരികളോ ആരെങ്കിലും പറഞ്ഞാൽ അവരോട് കൊമ്പ് കോർക്കുന്ന പ്രകൃതി, നിഷേധത്തിന്റെ ആത്മാവ്, നിഷേധിത്തരം. ഞാനും നിങ്ങളും ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം അനേകം ദൈവമക്കൾ ദൈവരാജ്യത്തിന്റെ പടിവാതിൽ പോലും കാണാതെ തകർന്നു പോയതിന് പിന്നിൽ സാത്താൻ വളരെ കൗശലപൂർവം പ്രയോഗിച്ച ആത്മാവാണ് നിഷേധത്തിന്റെ ആത്മാവ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈജിപ്ത് ദേശത്ത് നിന്ന് ദൈവം നേരിട്ട് തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ മോശപ്രവാചകനും അഹ്റോനും കൂടെ നേതൃത്വം കൊടുത്ത് വചനം കൊടുത്ത് ദൈവരാജ്യദൂതുകൾ കൊടുത്ത് അങ്ങനെ സ്വർഗം നേരിട്ട് അഗ്നിയാലും മേഘസ്തംഭങ്ങളാലും നയിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പ്രിയജനം, ആ ജനം കാനാൻ നാട്ടിൽ പ്രവേശിക്കാതെ അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിപതിക്കാൻ എന്താണ് കാരണം? നിരന്തരമുള്ള ആ നിഷേധിത്തരം, മാത്സര്യ പ്രകൃതി. പുറപ്പാട് കാലഘട്ടത്തിൽ മരുഭൂമിയിൽ വെച്ച് ദൈവജനം എന്താണ് ദൈവത്തിന്റെ ആത്മാവിനോട് കാണിച്ചുകൊണ്ടിരുന്നത്? നിഷേധതരം. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇന്നും തിരുസഭയുടെ ആ ഒരു ചിറകിന്റെ കീഴിൽ എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും നിഷേധതരം രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളാരും വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഈ നിഷേധത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, ഇടവകകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു സംഭവം ഓർക്കുന്നത് നിങ്ങളോട് പങ്കുവെക്കട്ടെ. അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രം ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങൾ 90കളുടെ മധ്യഭാഗം. അന്ന് എല്ലാ ആഴ്ചകളിലും 2 പേരായി അനേകം സുവിശേഷ വേലക്കാരെ അട്ടപ്പാടിയിലേക്ക് അച്ഛനയക്കും. ഇവരെ വീട് വീടാന്തരം കയറിറങ്ങി ദൈവജനത്തെ വചനം കേൾക്കാൻ വേണ്ടി ക്ഷണിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ ചെന്നപ്പോണ്ടായ അനുഭവം എൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു. ഞായറാഴ്ച ധ്യാനം ആരംഭിക്കുകയാണ്. ഞാൻ വെള്ളി ശനി ദിവസങ്ങളിൽ കുടുംബങ്ങളിലേക്ക് ദൈവരാജ്യ വേലക്കാരെ അയച്ചു. അപ്പോൾ അട്ടപ്പാടിയിലുള്ള ഒരു കുഗ്രാമത്തിലെ ഒരു മലമ്പ്രദേശത്ത് ഒരു കുടുംബത്തിൽ അവർ ചെന്നു. അപ്പോൾ ഒരു മർക്കട മുഷ്ടി അവിടെ ഇരിക്കുകയാണ്. ആ മർക്കട മുഷ്ടി, നിങ്ങൾ എവിടുന്നാ? അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞു, ധ്യാനകേന്ദ്രത്തിൽ നിന്നും. ഉടനെ ഈ സഹോദരങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വചനം കേൾക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും എല്ലാ കുടുംബത്തിൽ പറഞ്ഞു. അപ്പോൾ എടുത്ത വായിക്ക് ആ ചേട്ടൻ പറയുകയാണ്, നിങ്ങളെക്കാൾ എത്രയോ വലിയ വികാരിച്ചന്മാർ വന്ന് നോക്കിയിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പം നിങ്ങൾ നിഷേധതരം. ഇതിൻ്റെ പേരാണ് നിഷേധതരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെറിയവരോ ഉയർന്നവരോ പണ്ഡിതരോ പാമരരോ ആരോഗ്യമുള്ളവരോ ആരോഗ്യമില്ലാത്തവരോ ആരുമാകട്ടെ, ദൈവത്താൽ അയക്കപ്പെട്ട് ഒരു ദൂത് അറിയിക്കുമ്പോൾ അത് ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നതിന് പകരം നിഷേധതരം കാണിക്കുകയാണ്. നീയൊക്കെ ആരാ? നീയൊക്കെ എന്താ? ഈ വിധത്തിലാണ് സംസാരം. ഇതിനേക്കാൾ വലിയ വിച്ചന്മാർ നോക്കിയിട്ട് നടക്കാത്തതാണ് എൻ്റെ മാനസാന്തരം. അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ചേട്ടൻ പറയുകയാണ്, നിങ്ങളൊക്കെ ആദ്യം ഒന്ന് നന്നാകും. ഈ പറയണ നിങ്ങളൊക്കെ ഒന്ന് നന്നായാൽ തന്നെ ഈ ലോകം ഒന്ന് ശരിയാകും. എന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ കാര്യം നോക്ക്. നിഷേധത്തിന്റെ മറ്റൊരു രൂപം.
താൻ ഈ നിഷേധതരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേലക്കാര് അവർ എളിമപ്പെട്ടു. അവർ പറഞ്ഞു, സാരല്ല ചേട്ടാ, അതെല്ലാം എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാലും ചേട്ടൻ ഒന്ന് വന്ന് ധ്യാനം കൂടുന്ന നല്ലതാണ്, ചേട്ടനത് അനുഗ്രഹമായിരിക്കും. ചേട്ടൻ പറഞ്ഞു, എനിക്കറിയാം എപ്പോഴാണ് ധ്യാനം കൂടേണ്ടതെന്ന്, അതിനുവേണ്ടി നിങ്ങൾ വെറുതെ സമയം മെനക്കെട്ട് കളയൊന്നും വേണ്ട, എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കാനെന്ന് പറയണ്ട, ഞാൻ സമയമാകുമ്പോൾ അങ്ങോട്ട് വന്നോളാം. നിഷേധത്തിൻ്റെ മറ്റൊരു രൂപം, വാ പൊളിച്ച നിഷേധതരം തന്നെ വന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ആ എളിയ ശുശ്രൂഷകര് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടനെ ചേട്ടൻ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ധ്യാനം കൂടാൻ വരും. ഇപ്പോൾ ഞാൻ പല പാപത്തിന് അടിമയാണ്, മദ്യപാനം, പുകവലി, പല ദുർനടപടികൾ, ദുർസ്വഭാവങ്ങൾ, ഇതെല്ലാം നിർത്തി ഞാൻ ക്ലിയറായിട്ട് ഒരു ദിവസം ധ്യാനം കൂടും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് കർത്താവിൻ്റെ സാക്ഷിയായി എരിവരി കൊണ്ട് പ്രവർത്തിക്കും. അത് ഞാനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ വരും. ഈ എളിയ സഹോദരങ്ങളോ ശരി ശരി എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആ കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിച്ച് ആ എളിയ മക്കള് ആ ഭവനത്തിൽ നിന്ന് അടുത്ത ഭവനത്തിലേക്ക് പോയി. ഈ ചേട്ടൻ, നിഷേധിയായി ചേട്ടൻ, ആ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു പോയി. ഞാൻ ഒരു ദിവസം എല്ലാ തിന്മയും നിർത്തി, പുകവലി നിർത്തി, മദ്യപാനം നിർത്തി, ചീട്ടുകളിൽ നിർത്തി, ദുർവൃത്തി നിർത്തി, ദുർസ്വഭാവങ്ങൾ നിർത്തി, എല്ലാ അശുദ്ധിയും നിർത്തിയിട്ട് ഞാൻ ഒരു ദിവസം ധ്യാനം കൂടിയിട്ട് നന്നായിട്ട് പിന്നെ കർത്താവിൻ്റെ വേലക്കാരനായി ഞാൻ പ്രവർത്തിച്ചോളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ മാതിരിയുള്ള തന്നിഷ്ട പ്രകൃതികൾ ഇന്ന് ലോകത്തിൽ ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലുള്ള ധാർഷ്ട്യക്കാര്, തന്നിഷ്ടക്കാര്, ദുർസ്വഭാവികള്, ഏകാധിപതികള് അവർ ദൈവത്തിന്റെ സ്വരത്തിന് കാതടച്ച് പൊട്ടണലിയെ പോലെയും കുരുടിപ്പാമ്പിനെ പോലെയും ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 2 മാസം മദ്യപാനം നിർത്തി, ഇനി പുകവലിയും കൂടെ നിർത്തി, ബാക്കി സ്വഭാവങ്ങളെല്ലാം നിർത്തി, പുകവലിയും കൂടെ നിർത്തിയാൽ ഞാൻ അടുത്ത ആഴ്ച ധ്യാനത്തിന് പോകും എന്ന് ചേട്ടൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കർത്താവിൻ്റെ ആ ഒരു നന്മയിലേക്ക് അടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ പണിക്കാരെ വിളിക്കാൻ വേണ്ടി ഒരു ദിവസം താഴത്തേക്ക് ഇറങ്ങുകയാണ്, ജംഗ്ഷനിലേക്ക് ഇറങ്ങുകയാണ്. അന്ന് തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ ജംഗ്ഷനിലേക്ക് പണിക്കാരെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ജംഗ്ഷൻ ചെന്ന് പണിക്കാരെന്ന് കണ്ട തട്ടിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇതാ തോരാ മഴയും കോടമഞ്ഞും തണുപ്പുള്ള ആ പ്രഭാതത്തിൽ ചേട്ടൻ നോക്കുമ്പോൾ ചാരായ കടയിൽ ഇങ്ങനെ ചാരായവും കപ്പയും കൊടുക്കുന്നത് കാണുകയാണ്. കാര്യം 2 മാസമായിട്ട് മദ്യപാനം നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ധ്യാനത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷേ ആ തണുപ്പത്ത് ചാരായ കടയും ചാരായവും കപ്പയും പല കാര്യങ്ങളും കണ്ടപ്പോൾ അറിയാതെ ചേട്ടൻ ചിന്തിക്കുകയാണ്, എന്തായാലും ഈ കൊടും തണുപ്പത്ത് ലേശം കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല, മാത്രമല്ല ഞാൻ കുടിച്ചത് വേറെ ആരും അറിയാതിരുന്നാൽ പോരെ. അങ്ങനെ ആ കൊടുന്ന ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പതുക്കെ കയറി ഒരു ഗ്ലാസ് ചാരായം കുടിച്ച് ലേശം കപ്പയും കഴിച്ച് പോകാമെന്ന് ചേട്ടൻ ചിന്തിക്കുകയാണ്. അങ്ങനെ കടയിൽ കയറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ ചേട്ടന് തോന്നി എന്തായാലും കുടിച്ച് എന്ന് ഇത്തിരി കൂടെ കുടിച്ചേക്കാം. അങ്ങനെ പല തവണ കുടിച്ച് വൈകുന്നേരം വരെ ചേട്ടൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് കുടിച്ച് രാത്രി ഇരുട്ട് മയങ്ങിയപ്പോൾ ആരും കാണാതെ തപ്പി വീട്ടിലേക്ക് പോവുകയാണ്. ആ കൂരിട്ടെടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ രാത്രി 7:30 മണി 7:45 സമയമായി. ഭാര്യയും മക്കളും കുടുംബത്തിൽ നിന്ന് റാന്തൽ വിളക്കം കത്തിച്ചു വെച്ച് സന്ധ്യാപ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേഹം മൂക്കറ്റം കുടിച്ച് പൂസായി അങ്ങനെ ചെങ്കുത്തായ കുന്ന് കയറി ഭവനത്തിലേക്ക് കുത്തുകല്ലിട്ടിരിക്കുകയാണ്. കരിങ്കല്ലും കൊണ്ട് കുത്തുകല്ലിട്ട് അങ്ങനെ ചവിട്ടി സ്റ്റെപ്പ് കയറി കോണികൾ കയറണ പോലെ അങ്ങനെ കയറി വേണം കിഴക്കാൻ തൂക്കായ ആ കുന്നിൻ്റെ ചെരുവിലുള്ള വീട്ടിലേക്ക് കയറാൻ. അങ്ങനെ സ്റ്റെപ്പുകൾ കയറി മുറ്റത്തേക്ക് കാല് വെച്ചതും ഇതാ ചേട്ടൻ കാല് തെറ്റി നേരെ പുറകോട്ട് മറിഞ്ഞു വീണു. 3-4 അടി താഴ്ചയുള്ള ആ സ്റ്റെപ്പിലേക്ക് തല ചെന്ന് അടിച്ചു. കരിങ്കല്ല് ചെന്ന് തലയടിച്ചു. അത് വലിയ വായിൽ കടന്ന് അലറി. ഭാര്യ മക്കളും റാന്തൽ വിളക്കും എടുത്ത് ഓടി വന്നപ്പോൾ വായിൽ കൂടെ മൂക്കിൽ കൂടെയും ചെവിയിൽ കൂടെ എല്ലാം ചോര ചീറ്റി വായും നൊരയും പതയും ചോരയിലെല്ലാം കുളിച്ച് കിടക്കുന്ന ഒരു ചേട്ടനെയാണ് കണ്ടത്. അവർ വലിയ വായിൽ നിലവിളിച്ചു. പരിസരവാസികളെല്ലാം ഓടി വന്നു. അവർ വേഗം ഒരു വാഹനം വിളിച്ച് അദ്ദേഹത്തെ കയറ്റി അദ്ദേഹത്തെ അട്ടപ്പാടിയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു.
എന്നാൽ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞു അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒന്നും എടുത്തില്ല. അവസാനം കോയമ്പത്തൂരുള്ള പ്രമുഖമായ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിന് അതീവ ഗൗരവമേറി ചികിത്സ കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീഴ്ചയെ തുടർന്നുള്ള ആഘാതത്തിൽ 2 ദിവസം ബോധമറ്റ് കിടന്ന്, അങ്ങനെ 2 ദിവസം ബോധമറ്റ് കിടന്നിട്ട് 3-ാം ദിവസം ആ ചേട്ടൻ ആ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 47-ാം അധ്യായത്തിൽ 10-11 തിരുലിഖിതങ്ങൾ, ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി, ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു, നിന്റെ ജ്ഞാനവും നിന്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു, രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും, അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും, അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പെട്ടെന്ന് നിപതിക്കും. ജെറമ്യാ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിൽ 7-8 തിരുലിഖിതങ്ങൾ, ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ പുറത്ത് കൊണ്ടുവന്നത് മുതൽ ഇന്ന് വരെ എന്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉത്ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ലല്ലോ. ഓരോരുത്തനും തൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേറി പേറി നടക്കുകയാണ്. തന്നിഷ്ട പ്രകൃതികളായി നടക്കുകയാണ്. ഒരു നിഷേധ സ്വഭാവം ആത്മീയ കാര്യങ്ങളോട് കാണിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിഷേധി നീ കാല് തട്ടി വീഴും. ജെറമ്യാ പ്രവചനത്തിൽ 50-ാം അധ്യായത്തിൽ 32-ാം തിരുലിഖിതം, അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ 1000 തവണ അനേകായിരങ്ങളെ നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിന്നോട് സംസാരിക്കാൻ വേണ്ടി ദൈവം ക്രമീകരിക്കുന്നുണ്ട്. നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ അയൽക്കാര്, പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങള്, തിരുസഭാ മേലധികാരികള്, അങ്ങനെ ഒരുപാട് ആയിരങ്ങൾ നിനക്ക് ഇടതും വലതും ദൈവം ക്രമീകരിക്കുന്നുണ്ട്. എന്നാൽ സാത്താൻ ദൈവത്തിന്റെ ക്രമീകരണത്തെല്ലാം ദുർബലപ്പെടുത്തി, ദൈവത്തിന്റെ ക്രമീകരണം ഒന്നും നിനക്ക് പ്രയോജനപ്പെടാതിരിക്കാൻ സാത്താൻ കൗശലപൂർവം നിന്നിൽ നട്ടുവളർത്തുന്ന ആത്മാവിന്റെ പേരാണ് നിഷേധത്തിന്റെ ആത്മാവ്. ഈ നിഷേധത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ വഴികൾ നിനക്ക് പ്രയോജനപ്പെടുകയില്ല. ഈ നിഷേധത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ഇടവകയിൽ നിനക്ക് വേണ്ടി നിന്റെ ദൈവം ഒരുക്കുന്ന രക്ഷയുടെ വഴികൾ നിനക്ക് പ്രയോജനപ്പെടുകയില്ല. ഈ നിഷേധത്തിന്റെ ആത്മാവിന്റെ പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്റെ സഭയിലൂടെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷയുടെ വഴികൾ നിനക്ക് പ്രയോജനപ്പെടുകയില്ല. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, എന്റെ സ്വർഗസ്ഥനായ പിതാവ്, എന്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷയുടേതായ വഴികള്, രക്ഷയുടേതായ ദൂതുകള്, രക്ഷാമാർഗങ്ങള് അതെനിക്ക് പ്രയോജനപ്പെടാതെ പോകാൻ സാത്താൻ കൗശലപൂർവ്വം ഒരുക്കുന്ന ഓരോ കെണികളെ, ഓരോ കുതന്ത്രങ്ങളെ അറിയാൻ എന്റെ ഉൾക്കണ്ണ് തുറക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സാത്താൻ തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അടിമകളാക്കിയിരിക്കുന്ന ഓരോ ആത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിച്ചുവിട്ട് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയുടെ കോട്ടകൾ, തിന്മയുടെ കൂടാരങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറിക്കോ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന അന്ധകാരത്തിന്റെ കോട്ടകൾ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം, ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവന്റെ പ്രത്യാശ വ്യർത്ഥവും അവന്റെ പ്രയത്നം നിഷ്ഫലവുമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗപ്രദമാണ്. പ്രൈസ് ദി ലോർഡ്.
ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ ദിവ്യകാരുണ്യമേ സ്നേഹമേ, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുലിഖിതം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ അരികിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ കൈകൾ വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കഠിന തരത്തിലുള്ള പൈശാചിക പിടകൾ, ദുർസ്വഭാവങ്ങൾ, മദ്യപാനം, വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കഠിന പൈശാചിക പീഡകളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുവിൻ. പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായ ശക്തി പുറപ്പെട്ട് വിടുതലിനായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിമിഷമാണിത്. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അത്ഭുതകരമായ ശക്തി പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ ദൈവമക്കളുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത രക്തത്തിന്റെ ശക്തി ഈ രോഗികളുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഇപ്പോൾ കണ്ണുനീരിലും വലിയ പൈശാചിക പീഡകളിലും അന്ധകാരത്തിന്റെ ഭാരങ്ങളിൽ ഇരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് ജോസഫ്, ഭാര്യ ലൈസമ്മ, മൂത്ത മകൻ ജോബിന്. ഏകദേശം ഒരു 5 മാസമായി ഈ ജോബിൻ്റെ കഴുത്തിൻ്റെ 2 സൈഡിലും ഒരു നീര് പോലെ വന്നു. ആദ്യം ഞങ്ങൾ അടുത്തുള്ള ഒരു ചെറിയ ആശുപത്രി കൊണ്ടുപോയപ്പം മുണ്ടുനീരാണെന്നും പറഞ്ഞ് അതിനെന്തോ ഒരാഴ്ചത്തെ ചികിത്സ നടത്തി. അന്നേരം അവന് എന്നും പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പനിയുടെ ഗുളിക കൊടുക്കുമ്പോൾ മാത്രം പനി കുറയുകയും അവൻ്റെ ക്ഷീണിച്ചിര കുറയുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഇതിന് യാതൊരു മാറ്റവും വരാമെന്നപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്തുള്ള പയ്യന്നൂർ പിള്ളേരുടെ ഒരു നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊന്ന് സർജനെ കാണിക്കണം, സർജനെ കാണിച്ച് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ സഭയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടുന്ന് സർജന് അവിടെ വന്ന് ബയോപ്സിക്ക് എടുത്ത് അയച്ചു. 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത്. 15 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുമ്പോൾ അവൻ്റെ 2 സൈഡിലെ മുഴ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് വളരെ വിഷമമായി. ഏതായാലും ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പോവുക, അല്ലാതെ എവിടെ പോയാലും ഇത്രയും കാര്യമായ ചികിത്സ കിട്ടിയില്ലല്ലോ എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു അളിയനുണ്ട് ഇവിടെ കോതമംഗലത്ത് താമസിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു, അളിയ ഇങ്ങനെയാണല്ലോ, ജോബിൻ്റെ ആ മുഴ പരിശോധിച്ചപ്പം ചില കുഴപ്പമാണെന്നാണല്ലോ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ് 5-8 ലക്ഷം രൂപ വരെ ചിലപ്പോൾ മുടക്കേണ്ടി വരും, ഇത് ശരിയാകണേൽ. പിന്നെ പിള്ളേരായതുകൊണ്ടും തുടക്കത്തിലായതുകൊണ്ടും എല്ലാം തീർത്ത് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അളിയൻ ഫോണിൽ കൂടെ പറഞ്ഞു, അളിയനൊന്നും പേടിക്കണ്ട, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം തന്നതാണ്. ഇന്നലെ അടിമാലിയിൽ ഇവിടെ അട്ടപ്പാടിയിലെ സേവക്കാൻ വട്ടേലച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൺവെൻഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും ആലോചിക്കേണ്ട, വേഗം പോരുക, വന്ന് കൺവെൻഷൻ കൂടുക. അത് കൂടിക്കഴിഞ്ഞാൽ ദൈവം അതിനുള്ള എല്ലാം ഒരുക്കി തരും, അവൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരും. അതുകൊണ്ടൊന്നും ആലോചിക്കേണ്ട, നാളത്തിനൊന്നും വെക്കണ്ട, ഇന്ന് തന്നെ പോരാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ തീരുമാനിച്ചു, ഏതായാലും വൈകുന്നേരം പുറപ്പെടുക. അന്നേരം ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചയാണ് അവിടെ കൺവെൻഷൻ ആരംഭിച്ചത്. രണ്ടാമത്തെ കൺവെൻഷൻ്റെ ദിവസം രാവിലെ തന്നെ വന്ന് 8:30 തന്നെ ധ്യാനഹാളിൽ കയറാൻ സാധിച്ചു.
അച്ഛൻ ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, എല്ലാം ദൈവം സുഖപ്പെടുത്തിക്കോളും, കുഴപ്പമില്ല, ഈശോയോട് പ്രാർത്ഥിച്ചോളുക എന്നും പറഞ്ഞ് ഞങ്ങളെ കൺവെൻഷൻ വിട്ടു. ഞങ്ങൾ പിറ്റേ ദിവസത്തെ കൺവെൻഷന് രോഗശാന്തി ചിത്ര സമയത്ത് സേവ്യർ കാമട്ടയിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നു, സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, കഴുത്തിൻ്റെ 2 സൈഡിലും ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് വന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു, അവൻ്റെ രോഗാണുക്കളെല്ലാം നിർവീര്യമായി പോകുന്നതായിട്ടാണ് കാണുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങളത് അന്നേരം ഉറച്ച് വിശ്വസിക്കുകയും, എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട പിന്നെ ഇവന് ഇതുവരെ പനി ഉണ്ടായിട്ടില്ല, മറ്റെങ്കിൽ 2 നേരമെങ്കിലും ഗുളിക കഴിച്ചാലേ പനി എല്ലാ ദിവസവും മാറുണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ പനിയായിരുന്നു, ഭയങ്കര ക്ഷീണവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ധ്യാനം കഴിഞ്ഞിറങ്ങി തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ പോയി രണ്ടാമതും ബയോപ്സിക്ക് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ഈ ആദ്യത്തെ റിപ്പോർട്ടും കൊണ്ടാണ് പോകുന്നത്. അന്നേരം അവർ അഡ്മിറ്റ് ആക്കാനും ചികിത്സിക്കാനുമുള്ള പ്ലാനാണ് ഇട്ടത്. അന്നേരം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങളിങ്ങനെ ഒരു ധ്യാനത്തിന് പോയായിരുന്നു. കൺവെൻഷൻ കൂടിയപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുകയും ചെയ്തു, അവൻ്റെ രോഗാണുക്കളെല്ലാം നിർവീര്യമായി പോയിരിക്കുന്ന അച്ഛൻ പറഞ്ഞു, അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് ബയോപ്സിക്ക് എടുത്തത്. തിങ്കളാഴ്ച ബയോപ്സിക്ക് എടുത്തിട്ട് അടുത്ത തിങ്കളാഴ്ച വരാനായിട്ടാണ് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി. ഞങ്ങൾ പോയി അടുത്ത തിങ്കളാഴ്ച റിപ്പോർട്ടിന് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ആ മുഴയെടുത്ത് പരിശോധിച്ചതിൽ മുഴയ്ക്കകത്ത് ചില പഴുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രോഗത്തിൻ്റെ ഒരു ലക്ഷണവും ഇല്ല, ക്യാൻസറിൻ്റെതായ ഒരു രോഗാണുക്കളും അവൻ്റെ ശരീരത്തിലില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹല്ലേലൂയ. 2 റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെന്ന് പറഞ്ഞ ബയോപ്സിയുടെ റിപ്പോർട്ട്, 2 ഇതാ അമല ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിന്റെ രോഗാണുക്കളൊന്നും കാണാനില്ലെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രൈസ് അല്ലാഹ്. 2 റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് അല്ലാഹ്.